ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃക ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ-18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ഡിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMOയോട് റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്.
പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ ട്വന്റി ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ KL രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാന പാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4-5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും K രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണ്ണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ 1 മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.